നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻ ജി നാഥാണ് CR മഹേഷിനെതിരെ മത്സരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടെന്നും കുറ്റപ്പെടുത്തൽ. ലിറ്റർ വിദേശ മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്കിടെ ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നുമാണ് വിദേശ മദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. കോൺഗ്രസ് നേതാവും മുൻ കുന്നത്തൂർ MLA കോട്ടക്കുഴി സുകുമാരന്റെ മകനുമായ ദിനകർ കോട്ടക്കുഴി BJPയിൽ ചേർന്നു. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും BJP നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് തീരുമാനമെന്ന് ദിനകർ കോട്ടക്കുഴി. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻ ജി നാഥാണ് CR മഹേഷിനെതിരെ മത്സരിക്കുന്നത്. കോൺഗ്രസിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും പാർട്ടിയിൽ അവഗണന നേരിട്ടെന്നും ബോബൻ ജി നാഥ് കുറ്റപ്പെടുത്തി. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻ ജി നാഥാണ് CR മഹേഷ് MLAക്കെതിരെ മത്സരിക്കുന്നത്. ബോബൻ ജി നാഥ് പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ മത്സരരംഗത്തെത്തിയതെന്ന് ബോബൻ ജി നാഥ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥയും അവഗണനയും നിലനിൽക്കുന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ് താനെന്നും പാർട്ടി നടപടി സ്വീകരിച്ചാൽ BJPയിൽ ചേരില്ലെന്നും ദളിത് സംഘടനകളെ സംയോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സംവരണ സീറ്റിൽ പോലും തന്നെ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേതാവ് ഏത് ജാതിയാണെങ്കിൽ ആ ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരെയോ പ്രവർത്തകരെയോ പിടിച്ചുകൊണ്ടുവന്ന് അവരെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലത്ത് ഞാൻ വിളിച്ച മുദ്രാവാക്യമോ ഞാൻ കൊണ്ട അടിയോ ഞാൻ കൊണ്ട വെയിലോ ഏൽക്കാത്ത AC-യിൽ മാത്രം കഴിഞ്ഞിട്ടുള്ള പലരും നിയമസഭാ സ്ഥാനാർത്ഥികളായി, KPCC ഭാരവാഹികളായി, DCC സെക്രട്ടറിമാരായി ഉന്നത സ്ഥാനങ്ങളിൽ അവർക്ക് എത്താൻ കഴിഞ്ഞത് അവിടെ ജാതിയുടെ മാത്രം മേന്മ കൊണ്ട് മാത്രമാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, ന്യൂനപക്ഷങ്ങൾ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും കഴിവുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. ഇതിനൊരു മാറ്റം വേണ്ടയോ? കൊല്ലം ഫാത്തിമ കോളേജിൽ കോളേജ് യൂണിയൻ ചെയർമാനെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള നിരവധി ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവർ പിന്നീട് അവർക്ക് KSUവിനകത്തോ യൂത്ത് കോൺഗ്രസിനകത്തോ അവസരം ലഭിക്കാതിരുന്ന എൻ്റെ 10-15 സുഹൃത്തുക്കളുണ്ട്. ജാതി എല്ലാത്തിനും ഘടകമായി മാറുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇലക്ഷൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു കാൽവെപ്പായിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് നേതാവും മുൻ കുന്നത്തൂർ MLA കോട്ടക്കുഴി സുകുമാരന്റെ മകനുമായ ദിനകർ കോട്ടക്കുഴി BJPയിൽ ചേർന്നു. തന്നെ അകാരണമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ ഒരു വിഭാഗം നേതാക്കളാണെന്ന് ദിനകർ കോട്ടക്കുഴി കുറ്റപ്പെടുത്തി. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും BJP നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് തീരുമാനമെന്ന് ദിനകർ വ്യക്തമാക്കി. മുൻ കുന്നത്തൂർ MLA കോട്ടക്കുഴി സുകുമാരന്റെ മകനും കോൺഗ്രസ് നേതാവും ദളിത് കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റുമായ ദിനകർ കോട്ടക്കുഴി BJPയിൽ ചേർന്നു. മുമ്പ് കോൺഗ്രസ് നേതൃത്വവുമായി വിയോജിച്ചു നിന്ന ദിനകറിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടിക്ക് വിധേയനാകേണ്ടി വന്നിരുന്നു. കുന്നത്തൂർ അസംബ്ലി സീറ്റിന് വേണ്ടി ദിനകർ ശ്രമം നടത്തിയെങ്കിലും പരിഗണിച്ചില്ല. ഇതിനിടെയാണ് ദിനകർ BJP പാളയത്തിലെത്തുന്നത്. കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും BJP നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് ഈ തീരുമാനമെന്ന് ദിനകർ വ്യക്തമാക്കി. AICC സെക്രട്ടറി അറിവഴകൻ ശാസ്താംകോട്ടയിലെത്തിയപ്പോൾ തന്റെ പേര് തെരഞ്ഞെടുപ്പിന് പരിഗണിച്ചിരുന്നുവെന്നും ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരെ പടയൊരുക്കം നടത്തി അകാരണമായി തന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് BJPയിൽ ചേരുന്നതെന്നും ദിനകർ കോട്ടക്കുഴി പറഞ്ഞു. സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്ത് നിന്ന ഒരു വ്യക്തിയാണിത്. എനിക്ക് ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എനിക്കെതിരായിട്ട് പടയൊരുക്കം തന്നെ നടന്നതെന്ന് ഈ അടുത്ത സമയത്ത് AICC സെക്രട്ടറി ശ്രീ അറിവഴകൻ ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ വന്നിട്ട് മത്സരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ബയോഡാറ്റ കളക്ട് ചെയ്തു. ഏതാണ്ട് 75ഓളം പേരുടെ പേരാണ് 75ഓളം പേരാണ് ഈ ബയോഡാറ്റ കൊടുത്തത്. അപ്പോൾ ഈ കൊടുത്തതിൽ ഞാൻ ആ പരിപാടിയിൽ പോയതുമില്ല, ഞാൻ അതിൽ പങ്കെടുത്തതുമില്ല. കാര്യം എനിക്ക് ഒരു സ്ഥാനാർത്ഥി മോഹമുള്ള ഒരാളെ ആയിരുന്നില്ല. പക്ഷെ അവിടെ കൂടിയതിൽ ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് കോട്ടക്കുഴി സുകുമാരൻ XMLAയുടെ മകൻ ദിനകർ കോട്ടക്കുഴി കുന്നത്തൂരിൽ നിന്നാൽ ജയിക്കും എന്നുള്ള ഒരു അഭിപ്രായം അവർ പറയുകയാണ്.
അപ്പോൾ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് കുന്നത്തൂരിൽ ഒരിക്കലും ഒരു UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ച് MLA ആകരുത് എന്ന് കരുതുന്ന ഒരു വിഭാഗം നേതാക്കൾ, അവരാണ് എനിക്കെതിരായിട്ടുള്ള ഈ പടയൊരുക്കം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. 10 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്കിടെ ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നാണ് ബൈക്കിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ എക്സൈസ് പിടികൂടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നും 10 ലിറ്റർ വിദേശമദ്യം പിടികൂടിയത്. ബൈക്കിൽ കടത്തുകയായിരുന്ന വിദേശമദ്യമാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ബിജു, ഉണ്ണികൃഷ്ണപിള്ള, അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. LDF മാവേലിക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരുമൂട്ടിൽ നടത്തി. MS അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടത്തിയത്. 501 അംഗ കമ്മിറ്റിയെയും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവേലിക്കര നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരുമൂട് വിഭജിക ഓഡിറ്റോറിയത്തിൽ നടത്തി. CPIM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. M മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാർത്ഥക ഉൽപ്പന്നമായിട്ടുള്ള തുടർ വികസിത കേരളം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ, കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം നടത്തിയിട്ടുള്ള വികസന നേട്ടങ്ങൾ രാജ്യാന്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം നവകേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് അടക്കുവാൻ കഴിയും. ജേക്കബ് ഉമ്മൻ സ്വാഗതം പറഞ്ഞു. CS സുജാത, G ഹരിശങ്കർ, K മധുസൂദനൻ, മുരളി തഴക്കര, G രാജമ്മ, ലീല അഭിലാഷ്, B ബിനു, G അജയകുമാർ, MD ശ്രീകുമാർ, ജേക്കബ് ഉമ്മൻ, KS രവി, N രവീന്ദ്രൻ, J അശോക് കുമാർ, ബിനോസ് തോമസ് കണ്ണാട്ട്, സാദത്ത് ചാരുമൂട്, KC ഡാനിയൽ, രാജു, വിനോദ് പേള, സുരേന്ദ്രൻ പള്ളിക്കൽ, ഷാജി, N സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാനാർത്ഥി MS അരുൺകുമാർ കൺവെൻഷനെ അഭിവാദ്യം ചെയ്തു. കൺവെൻഷന് മുമ്പായി വിപ്ലവഗാനങ്ങളുടെ അവതരണവും നടത്തി. M മുഹമ്മദ് അലി പ്രസിഡന്റും K രാഘവൻ സെക്രട്ടറിയുമായി 501 അംഗ കമ്മിറ്റിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. CS സുജാത, KS രവി എന്നിവരാണ് രക്ഷാധികാരികൾ. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വെളിയം ചെറുക്കരകോണം സ്വദേശി സന്ദീപിനെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PM വിനോദ് ശിക്ഷിച്ചത്. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിന് ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാർ ആശുപത്രിയിൽ ജോലിക്കിടെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ജീവപര്യന്തവും വധശ്രമത്തിന് 307-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും 326-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും ശിക്ഷ അനുഭവിക്കണം. ആശുപത്രിയിൽ അതിക്രമം കാട്ടിയതിന് 5 വർഷം ശിക്ഷ ലഭിക്കും. IPC 323, 324, 332, 333 വകുപ്പുകൾ ഉൾപ്പെടെ 30 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കൂ എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. നിയമത്തിന് കൊടുക്കാൻ കഴിയുന്ന വിധി ഇതായിരിക്കുമെന്ന വന്ദനയുടെ അമ്മ വസന്തകുമാരി പറഞ്ഞു. പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. വധശിക്ഷ നൽകണം. അതിനേക്കാളുപരി മകൾ അനുഭവിച്ച വേദന പ്രതിയും അറിയണമെന്നും വസന്തകുമാരി പറഞ്ഞു. 2023 മെയ് 10 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ചികിത്സയ്ക്കായി പൂയപ്പള്ളി പോലീസ് താലൂക്ക് ആശുപത്രിയിലെത്തിച്ച സ്കൂൾ അധ്യാപകനായിരുന്ന സന്ദീപ് അക്രമാസക്തനായി ആശുപത്രിയിലെ സർജിക്കൽ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്.
സന്ദീപിന്റെ ആക്രമണത്തിൽ ഹോംഗാർഡ് വൈ അലക്സുകുട്ടി, പോലീസ് ഓഫീസർ മണിലാൽ, ആംബുലൻസ് ഡ്രൈവർ രാജേഷ്, അയൽവാസികളായ രാജേന്ദ്രൻപിള്ള, ബിനു എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞയാഴ്ച പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായിരുന്നു. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസെന്ന നിലയിൽ ഏറെ പൊതുജന ശ്രദ്ധയാകർഷിച്ച കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ സാക്ഷികളായി വിസ്തരിച്ചു. അക്രമം നടക്കുമ്പോൾ ഡോക്ടർ വന്ദനാദാസിനോടൊപ്പം കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനായിരുന്നു ഒന്നാം സാക്ഷി. 70-ലേറെ സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. 207 രേഖകൾ ഹാജരാക്കി. വിചാരണയ്ക്കിടെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ ഹാജരാക്കിയ കേസുമാണിത്. വൈദ്യശാസ്ത്ര രംഗത്തെ വിവിധ മേഖലകളിലെ 35 ഡോക്ടർമാരെയാണ് കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. കൂടാതെ കൃത്യത്തിന് തൊട്ടു മുമ്പ് പ്രതി സ്വന്തം മൊബൈൽ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതാപ് ജി പടിക്കലായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, മഹേശ്വർ, ഹരീഷ് കാട്ടൂർ, നീരജ ഷാജി എന്നിവരും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. റൂറൽ SP ML സുനിലിന്റെ മേൽനോട്ടത്തിൽ DYSP MM ജോസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂരിലെ LDF സ്ഥാനാർത്ഥി C അജയ് പ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുനലൂർ RDOയ്ക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കേരള നിയമസഭയിലെ അംഗത്വം സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ആത്മവിശ്വാസം ഇന്ത്യയുടെ പരിപാടികളിൽ പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന C അജയ് പ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുനലൂർ RDO ബീന ഹനീഫയ്ക്ക് മുൻപാകെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ C അജയ് പ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പുനലൂരിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇടതുപക്ഷ നേതാക്കളുടെയും 100 കണക്കിന് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പട്ടണത്തിലൂടെ പ്രകടനമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥി എത്തിയത്. പത്രികാ സമർപ്പണ ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ലിജു ജമാൽ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാബു പണിക്കർ, MA രാജഗോപാൽ, മുതിർന്ന CPI നേതാവ് ജോബോയ് പെരേര തുടങ്ങിയവർ പങ്കെടുത്തു. 100% വിജയപ്രതീക്ഷയിലാണെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പുനലൂർ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തതായും C അജയ് പ്രസാദ് പറഞ്ഞു. പുനലൂരിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ജനകീയ മുഖമാണ് C അജയ് പ്രസാദ്. വലിയ ഭൂരിപക്ഷത്തിൽ തനിക്ക് ഇവിടെ നിന്നും ജയിക്കാനാകുമെന്നും C അജയ് പ്രസാദ് പ്രത്യാശ പ്രകടിപ്പിച്ചു. പേരിൽ അവിടെ സമർപ്പിക്കുന്നതിന് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ പോലും എല്ലാ മേഖലയിൽ നിന്നും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എല്ലാവരും എല്ലാ ആളുകളും സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരും പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥിത്വമായി മനസ്സിലാക്കിയത്. കാരണം ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റും മതിലും ഇടിച്ചു തകർത്തു. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അഞ്ചൽ ഏരൂർ ജംഗ്ഷന് സമീപമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റും സമീപത്തെ മതിലും ഇടിച്ചു തകർക്കുകയായിരുന്നു. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കില്ല. 10 അടി കാഞ്ഞവയൽ സ്വദേശിയുടേതാണ് വാഹനം. ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് വാഹനം ഓടിച്ചിരുന്ന യുവാവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കുന്നത്തൂർ തഹസിൽദാർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുന്നത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കുന്നത്തൂർ തഹസിൽദാർ ജോൺ സാമിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. ശാസ്താംകോട്ട ഫിൽറ്റർ ഹൌസിന് സമീപത്തു നിന്നും പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ഡോക്ടർ PK ഗോപൻ, PK ശിവശങ്കരപിള്ള,
ഉഷാലയം ശിവരാജൻ, സെഡ് ആന്റണി, ശങ്കരപ്പിള്ള തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. 6ാം തവണയാണ് കോവൂർ കുഞ്ഞുമോൻ മത്സരരംഗത്തിറങ്ങുന്നത്. നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കുന്നത്തൂർ താലൂക്കിൽ ഒരു സബ് RTO അതിൻ്റെ പ്രവർത്തനം ചക്കുളിൽ ആരംഭിക്കാൻ കഴിഞ്ഞതും ഈ ഘട്ടത്തിൽ ആണ് എന്ന് നിങ്ങളെ അറിയിക്കുക. മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിൽ വളരെ വർഷങ്ങളായി അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കൊന്നയിൽ കടവ് പാലം ഏതാണ്ട് 49 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേക്കലയുടെ ഗ്രാമപഞ്ചായത്തിനെയും മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലട ആറിന് കുറുകെ ഏതാണ്ട് 48 കോടി രൂപ അനുവദിച്ചുകൊണ്ട് കണ്ണങ്കാട്ട് കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പടിഞ്ഞാറേക്കലയുടെ വെട്ടിയതോട് പാലം നിർമ്മിച്ച് നമ്മുടെ നാടിന് സമർപ്പിക്കപ്പെടുകയുണ്ട്. നമ്മുടെ അസംബ്ലി മണ്ഡലത്തിൽ 10 ഗ്രാമപഞ്ചായത്തുകളിലായി കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കുടിവെള്ള പദ്ധതിക്കായി 139 കോടി 76 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. അത് ഞാങ്കടവ് പദ്ധതിയും ശൂരനാട് പദ്ധതിയും മൈനാഗപ്പള്ളി പദ്ധതിയും അങ്ങനെ ഓവർഹെഡ് ടാങ്ക് പണിഞ്ഞുകൊണ്ട് കുന്നത്തൂർ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധമായ ജലം എത്തിക്കുക, അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന റെയിൽവേ കരാർ ജീവനക്കാരൻ അപകടത്തിൽ മരിച്ചു. നീണ്ടകര വെളിത്തുരുത്ത് സ്വദേശി ശൈലേന്ദ്രനാണ് മരിച്ചത്. പന്മന ചിറ്റൂർ സ്വദേശിയായ ഇദ്ദേഹം നിലവിൽ നീണ്ടകരയിലാണ് താമസിക്കുന്നത്. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ബാംഗ്ലൂരുവിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ലോറിയും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. റെയിൽവേയിലെ കരാർ ജോലിക്കാരനായ പന്മന ചിറ്റൂർ ശ്രീകൃഷ്ണ ഭവനത്തിൽ കൊച്ചുപിള്ളയുടെ മകൻ ശൈലേന്ദ്രനാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. നിലവിൽ ഇദ്ദേഹം നീണ്ടകര വെളിത്തുരുത്തിലാണ് താമസിക്കുന്നത്. ഇടപ്പള്ളിക്കോട്ടയിൽ രാവിലെയായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. കൊല്ലം മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാറും ചാത്തന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ് പത്രികകൾ സമർപ്പിച്ചത്. കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രസന്നിധിയിൽ നിന്നുമാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാർ പ്രവർത്തകർക്കൊപ്പം പ്രകടനത്തോടെ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. വരണാധികാരിയായ ചീഫ് അഗ്രികൾച്ചറൽ ഓഫീസർ ഡീന എബ്രഹാം മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. I, Pradap Kumar, having been nominated as a candidate for the seat in the Kerala Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as solemnly affirmed by law established, and that I will uphold the sovereignty and immunity of India. Pradap Kumar, signed. ഭാര്യയും സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ മഞ്ജു പ്രതാപ്, BJP സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ S. ഡിനി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാത്തന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ പ്രവർത്തകർക്കൊപ്പം ആനന്ദവല്ലീശ്വരം ക്ഷേത്രമൈതാനിയിൽ നിന്നും പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. ഡെപ്യൂട്ടി കളക്ടർ അനിത നായർ മുമ്പാകെയാണ് ഗോപകുമാർ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ പത്രിക സമർപ്പിച്ചു. താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ പത്രിക സമർപ്പിച്ചു. പത്തനാപുരം താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പം എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. ന്യൂസ് ബ്യൂറോ. വികസനമുണ്ട്, കാരണം നമ്മുടെ ഓരോ വഴിയും എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ സ്കൂളുകളും നവീകരിച്ചു, 56 സ്കൂളുകൾ നവീകരിച്ചു. അതുപോലെ 46ഓളം അംഗൻവാടികൾ നവീകരിച്ച് ഹൈടെക് ആക്കി. ആശുപത്രികളെ ഹൈടെക് ആക്കി. മെഡിക്കൽ ആശുപത്രി, എല്ലാ ആശുപത്രിയിലും ലാബുകൾക്കായ ആവശ്യമായ സർവ്വ ഉപകരണങ്ങളും ഗവൺമെന്റിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും മറ്റു ഫണ്ടുകളിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നു. പത്തനാപുരം. കൊണ്ടറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ് പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടറിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുണ്ടറ മണ്ഡലം UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ V ജയമോഹന് മുമ്പാകെയായിരുന്നു പത്രികാ സമർപ്പണം.
DCC പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, പി ജെർമിയാസ്, RSP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ, UDF കുണ്ടറ മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, DCC ജനറൽ സെക്രട്ടറിമാരായ ഫൈസൽ കുളപ്പാടം, KRV സഹജൻ, K ബാബുരാജൻ, പാണ്ഡോപുരൻ രഘു, കായിക്കര നവാബ്, കല്ലട ഗിരീഷ്, CBVT, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, U വാഹിദ, ഷെരീഫ് ചന്ദ്രനത്തോപ്പ്, അരുൺ അലക്സ്, രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചവറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കൊപ്പം RSP ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ചവറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കൊപ്പം RSP ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തി കൊല്ലം RDOയ്ക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. I do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, and that I will uphold the sovereignty and integrity of India. NK പ്രേമചന്ദ്രൻ MP, AASIs, P ജെർമിയാസ് തുടങ്ങിയവരും ഷിബു ബേബി ജോണിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചടയമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി J ചിഞ്ചുറാണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ രജിസ്ട്രാർ K ജഗദീഷ് കുമാർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ചടയമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി J ചിഞ്ചുറാണി പത്രിക സമർപ്പിച്ചു. ജില്ലാ രജിസ്ട്രാർ K ജഗദീഷ് കുമാർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കടയ്ക്കൽ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു പത്രിക സമർപ്പിക്കാനായി ചിഞ്ചുറാണി എത്തിയത്. ജോയിന്റ് കൗൺസിൽ ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാം കെ ഡാനിയൽ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻ ജി നാഥാണ് CR മഹേഷിനെതിരെ മത്സരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടെന്നും കുറ്റപ്പെടുത്തൽ. ലിറ്റർ വിദേശ മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്കിടെ ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നുമാണ് വിദേശ മദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. കോൺഗ്രസ് നേതാവും മുൻ കുന്നത്തൂർ MLA കോട്ടക്കുഴി സുകുമാരന്റെ മകനുമായ ദിനകർ കോട്ടക്കുഴി BJPയിൽ ചേർന്നു. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും BJP നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് തീരുമാനമെന്ന് ദിനകർ കോട്ടക്കുഴി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.